അയ്യപ്പൻകോവിൽ ഇടപ്പൂക്കളത്ത് അധികം ആരും അറിയാത്ത ഒരു മനോഹര വെള്ളച്ചാട്ടമുണ്ട്. മഴക്കാലമായതോടെ കൂടുതൽ സുന്ദരിയായിരിക്കുകയാണ് ഇടപ്പൂക്കളത്തെ ഈ വെള്ളച്ചാട്ടം. മേരിക്കുളത്ത് നിന്ന് 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇടപ്പൂക്കളം വെള്ളച്ചാട്ടത്തിൽ എത്താൻ സാധിക്കും. ഇടപ്പൂക്കളം റോഡിൽ നിന്നും അല്പം ഉള്ളിലേക്ക് കയറിയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലമായതോടെ കൂടുതൽ സുന്ദരിയായിരിക്കുകയാണ് ഇടപ്പൂക്കളത്തെ ഈ വെള്ളച്ചാട്ടം. മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഇവിടെ ഒട്ടും അപകട സാധ്യത ഇല്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഏറ്റവും മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് അധികം ആളുകൾ എത്തപ്പെടാത്ത, എന്നാൽ കാണാൻ കഴിയാത്തിരുന്ന വെള്ളച്ചാട്ടമാണ്. നമ്മുടെ പഞ്ചായത്തിൽ ടൂറിസം മേഖലയിൽ വലിയ ഉണർവുണ്ടാക്കാൻ കഴിയുന്നൊരു വെള്ളച്ചാട്ടമാണ്. ധാരാളം സഞ്ചാരികൾ ഇപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നുണ്ട്. ആ വെള്ളച്ചാട്ടം കാണാൻ പോകാൻ ഒരു വഴി ഇപ്പം നിലവിലില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. ഈ വിഷയങ്ങളെല്ലാം അടിയന്തരമായി പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ആ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന ആളുകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ വിനോദസഞ്ചാര മേഖലയിൽ അടയാളപ്പെടുത്തുന്ന ഒരിടമായി മാറും ഈ എടപ്പൂക്കുളം വെള്ളച്ചാട്ടം. നമുക്കറിയാം, ഈ എടപ്പൂക്കുളം വെള്ളച്ചാട്ടം അപകടരഹിതമാകാനുള്ള 2 കാരണങ്ങൾ. ഒരു കാരണം, ഈ വെള്ളച്ചാട്ടം ഈ നദി ഉത്ഭവിച്ച് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം. മറ്റു ദൂരപ്രദേശങ്ങളിൽ നിന്നും വെള്ളം വന്ന് കവിഞ്ഞൊഴുകി ആളുകൾക്ക് അപകടം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയില്ലാത്ത പോകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ എടപ്പൂക്കുളം വെള്ളച്ചാട്ടം. രണ്ടാമത്, നമുക്ക് അവിടെ വഴുക്കലില്ലാത്ത, ആളുകൾക്ക് ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ കഴിയുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് നിന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഇടപെടൽ നടത്തിയാൽ ഗ്രാമപഞ്ചായത്തിലെ മികച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി എടപ്പൂക്കുളത്തെ മാറ്റിയെടുക്കാം. എടപ്പൂക്കുളം വെള്ളച്ചാട്ടത്തിനൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള 2 വ്യൂ പോയിൻറ്റുകളുണ്ട്. മാന്നാനംപാറയും അതുപോലെ തന്നെ ദിവാകരമേടും. ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ 2 വ്യൂ പോയിൻറ്റും ഒരു വെള്ളച്ചാട്ടവുമുള്ള ഒരു മനോഹരമായ ഒരു പ്രദേശമാണ് എടപ്പൂക്കുളം. ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ ഒരു നല്ല ടൂറിസം ഹബ്ബാക്കി മാറ്റാനുള്ള ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൃശ്യമനോഹാരിത ഏറെ നൽകുന്ന ഈ വെള്ളച്ചാട്ടം കാണാൻ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കൂടാതെ വെള്ളച്ചാട്ടത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ മാന്താനംപാറയും ദിവാകരൻമേടും ഉൾപ്പെടുന്ന 2 വ്യൂ പോയിന്റുകളുമുണ്ട്. അധികൃതർ ഇടപെട്ട് ഈ വെള്ളച്ചാട്ടവും പരിസരവും മികച്ച രീതിയിൽ സംരക്ഷിച്ചാൽ വലിയ ടൂറിസം സാധ്യതകളാണ് ഇവിടെയുള്ളത്.